തൃശ്ശൂർ ചാലക്കുടിയിലെ പുലിയെ കണ്ടെത്താൻ ജനകീയ തെരച്ചിൽ നടക്കുകയാണല്ലോ. വനംവകുപ്പും നാട്ടുകാരും ജനപ്രതിനിധികളും ഉൾപ്പെടെ ഉള്ളവർ ചേർന്നാണ് ഈ തെരച്ചിൽ നടത്തുന്നത്. അതിൻ്റെ കൂടി വിശദാംശങ്ങളിലേക്ക് ലിഷോയിലേക്ക് പോകാം. അതിന് മുൻപ് ഒരു പ്രതികരണത്തിലേക്ക്. ചാലക്കുടി ഫോറസ്റ്റ് ഡിവിഷൻ, വാളച്ചാൽ ഫോറസ്റ്റ് ഡിവിഷൻ ഒരുമിച്ച് നടത്തുന്ന തെരച്ചിലാണ്. ഇപ്പുറത്തെ സൈഡിലും അപ്പുറത്തെ സൈഡിലും നമുക്ക് വന്നിട്ട് പുള്ളിയുടെ രണ്ട് ഭാഗത്തിലെയും വന്നിട്ട് 4 ടീം ചാലക്കുടി ഡിവിഷനിലിരുന്ന് അപ്പുറത്ത് വാളച്ചാൽ ഡിവിഷനിലിരുന്ന് മാസ് കാമ്പിംഗ് ഓപ്പറേഷൻ ചെയ്യുന്നുണ്ട്. ഒരു ടീമുക്ക് ഇവിടെ 8 പേരിന് വരും. 2 പോലീസ് ഓഫീസർ ഉൾപ്പെടെ നമുക്കൊന്ന് പോകുന്നുണ്ട്. റിസർവ് ടീം ഉണ്ടാവുന്നുണ്ട്, മെഡിക്കൽ ടീം ഉണ്ടാവുന്നുണ്ട്, വെറ്റിനറി ഡോക്ടർമാർ ടീം ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ചാലക്കുടി ഭാഗത്തിൽ ഒരു സൈഡിൽ നിന്ന് 5 കിലോമീറ്റേഴ്സിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടോന്ന് വേണ്ടി മാസ് കാമ്പിംഗ് ഓപ്പറേഷൻ തെരച്ചിലെടുക്കുന്നുണ്ട്. പുഴയുടെ 2 സൈഡുകളിലും വാഴച്ചാൽ ഡിവിഷനും അതുപോലെ തന്നെ ചാലക്കുടി ഡിവിഷനും സംയുക്തമായിട്ട് ഒരു വലിയ ആളുകളുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ എണ്ണം കൂടുതലായിട്ട് ഉപയോഗിച്ചുകൊണ്ട് മാസമായിട്ടുള്ളൊരു തിരച്ചിൽ നടത്താനായിട്ടുള്ള തീരുമാനമുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ തിരച്ചിലൂടെ നടക്കുന്നത്. ലിഷോയ്, ഈ ജനകീയ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? സാധാരണ ജനങ്ങളടക്കമുള്ളവർ ഈ കൂട്ടത്തിൽ, ഈ ജനപ്രതിനിധികളടക്കമുള്ളവർ ഈ ജനകീയ തിരച്ചിലിൽ ഉൾപ്പെട്ടിട്ടുണ്ടല്ലോ. ആയുധരഹിതരായ അല്ലെങ്കിൽ പരിശീലനം ലഭ്യമാകാത്ത ആളുകൾ അടങ്ങിയ സംഘം അങ്ങനെ പുലിയെ അന്വേഷിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം വന്നാൽ ചെറുക്കാൻ അവർക്ക് എങ്ങനെയാണ് സാധ്യമാവുക എന്നൊരു ആശങ്ക എനിക്കുണ്ട്. തീർച്ചയായും. പക്ഷേ അതിന് ഓരോ സംഘത്തോടൊപ്പവും കൃത്യമായി ഇത്തരത്തിലുള്ള വനം വകുപ്പിൻ്റെ RRT സംഘം ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അതായത് ഈ മേഖലയിൽ ചിറങ്ങര മേഖലയിലാണ് ആദ്യം പുലിയെ കണ്ടതെങ്കിൽ പോലും പിന്നീട് ചാലക്കുടി, കാടുകുറ്റി മേഖലയിലും ചാലക്കുടി പുഴയുടെ പല ഇടങ്ങളിലുമെല്ലാം തന്നെ പുലിയുടെ സാന്നിധ്യം വനം വകുപ്പ് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. 2 കൂടുകൾ സ്ഥാപിച്ചു, അതിനോടൊപ്പം തന്നെ 100ഓളം ക്യാമറകൾ സ്ഥാപിച്ചു. പക്ഷേ അവിടെയൊന്നും തന്നെ ഈ ക്യാമറകൾ ഒന്നും തന്നെ പുലിയുടെ സാന്നിധ്യം മനസ്സിലാക്കാനായി കഴിഞ്ഞില്ല. അതേസമയം തന്നെ പല ഇടങ്ങളിലും ക്യാമറകൾ ഇല്ലാത്ത ഇടങ്ങളിൽ പുലിയുടെ കാൽപ്പാടുകൾ കാണുകയും ഈ വളർത്തുമൃഗങ്ങളെ ആക്രമിക്കുകയും എല്ലാം തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കുന്നതിന് വേണ്ടി പുലിയെ മയക്കുവെടി വയ്ക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ മയക്കുവെടി വയ്ക്കാൻ തീരുമാനിച്ചത് മുതലുള്ള തെരച്ചിൽ നടത്തിയെങ്കിലും ഇതുവരേക്കും പുലിയെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ജനകീയ തെരച്ചിൽ നടക്കുന്നത്.